ഏകദേശം ഒരു 10-30 തൈകൾ നമ്മൾ ഈ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് നട്ടിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. ബാക്കി ഉള്ള തൈകൾ നമ്മുടെ എല്ലാ വാർഡിലും മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടാനുള്ള പരിപാടിയാണ്. അതിനുള്ള തൈകൾ ഫോറസ്റ്റിൻ്റെ വകയായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ പ്രത്യേക കൗൺസിൽ യോഗവും മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷനുമായി ചേർന്ന് മരത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ജൂൺ 5 മുതൽ 12 വരെ നീളുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നഗരസഭയും മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷനും കൈകോർത്ത് വിപുലമായ ഹരിത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജൂൺ 5 മുതൽ 12 വരെ നീളുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക കൌൺസിൽ യോഗം ചേർന്നതോടൊപ്പം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും മരത്തൈ നടീൽ പദ്ധതിക്കും തുടക്കമായി. ആയുർവേദ ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ സഹകരണത്തോടെ നഗരസഭയിലെ വാർഡുകളിലായി 100 കണക്കിന് തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത്. നഗരസഭയെ കൂടുതൽ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് പറഞ്ഞു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം നമ്മുടെ മരത്തൈകൾ നടുന്ന പ്രവർത്തനമാണ് ഇവിടെ. ഏകദേശം ഒരു 10-30 തൈകൾ നമ്മൾ ഈ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് നട്ടിട്ടുണ്ട്. 500ഓളം തൈകൾ നമുക്ക് വാർഡ് തലത്തിൽ കുഴിച്ചിടാനുണ്ട്. അതെല്ലാ വാർഡ് കൗൺസിലർമാരും അതായത് വാർഡുകളിൽ ഈ തൈകൾ കൊണ്ടുപോയി നടുന്നതാണ്. ആദ്യഘട്ടത്തിൽ ആയുർവേദ ആശുപത്രി പരിസരത്ത് നിരവധി തൈകൾ നട്ടു. തുടർന്ന് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും തൈകൾ വിതരണം ചെയ്ത് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നടീൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പൊതുസ്ഥലങ്ങളുടെ സൗന്ദര്യവൽക്കരണവും പദ്ധതിയുടെ ഭാഗമാകുമെന്ന് വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് വ്യക്തമാക്കി. ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 500ഓളം വൃക്ഷത്തൈകൾ ഇന്ന് നട്ടുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ചെയർപേഴ്സൺ ഇവിടെ നിർവഹിച്ചത്. ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഈ വാരം നമ്മൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ മാലിന്യ സംസ്കരണം, മാലിന്യ നിർമ്മാർജ്ജനം, അങ്ങനെ തെറ്റായ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി കൊണ്ടുപോകുന്ന ഓരോ വാർഡിലും ഓരോ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോയി ഒരു സൗഹൃദ മുനിസിപ്പാലിറ്റിയായി മാറ്റാൻ വേണ്ടി പെരിന്തൽമണ്ണനെ ഒറ്റക്കെട്ടായിട്ട് ഒരു പരിശ്രമം തുടങ്ങുകയാണ്. ജൂൺ 5 മുതൽ 12 വരെ നീളുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി തൈ നടീൽ മാത്രമല്ല, ശുചീകരണ പ്രവർത്തനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, വാർഡ് തല ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും നഗരസഭ സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വീടുകളും പൊതുസ്ഥലങ്ങളും കൂടുതൽ ശുചിത്വമാക്കാനുള്ള നടപടികളും ഈ വാരാചരണത്തിന്റെ ഭാഗമാകുമെന്ന് നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ജൂൺ 5 തൊട്ട് 12 തീയതി വരെ നമ്മുടെ ഒരു വാരമായിട്ട് ആചരിക്കുകയാണ്. നമ്മൾ എല്ലായിടത്തും തൈകൾ നട്ടും അതേപോലെ കേന്ദ്ര ഗവൺമെൻറ് പുതിയ ഓർഡർ പ്രകാരം നമ്മൾ ശുചിത്വഭാരവുമായിട്ടും കഴിച്ച എല്ലാ വീടുകളിലും സ്ഥലങ്ങളിലും ഓരോ മെമ്പർമാർക്കുൾപ്പെടെ ചാർജ് കൊടുത്തുകൊണ്ട് പരിശോധിക്കുകയും അവിടുത്തെ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ വീടുകൾ ഉൾപ്പെടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മളിന്ന് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് പുതിയ കൗൺസിൽ കൂടുകയും 5-ാം തീയതി കൂടണമെന്ന് നിർബന്ധം ഉണ്ടായത് 5-ാം തീയതി കൂടുകയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിസ്ഥിതിയോടനുബന്ധിച്ച് തൈകൾ നടുകയാണ്. ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിലാണ് നടുന്നത്. ബാക്കി ഉള്ള തൈകൾ നമ്മുടെ എല്ലാ വാർഡിലും മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടാനുള്ള പരിപാടിയാണ്. അതിനുള്ള തൈകൾ ഫോറസ്റ്റിൻ്റെ വകയായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുവഴി നടുകയാണ്. അതോടൊപ്പം തന്നെ ശുചിത്വം, അതായത് വേസ്റ്റ് കൂട് കിടക്കുന്നിടത്തോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം മാറ്റിയിട്ട് നല്ല തൈകൾ നട്ട് നമ്മൾ നല്ല രീതിയിൽ സൗന്ദര്യവൽക്കരിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ ഹരിത പദ്ധതികൾക്ക് ആവശ്യമായ തൈകൾ മുഴുവനും മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷനാണ് നൽകിയിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും ജനപങ്കാളിത്തത്തോടെ തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതിന് പ്രത്യേക പ്രവർത്തന പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ആഭിമുഖ്യത്തിൽ വളരെ മികച്ച രീതിയിലുള്ള പരിസ്ഥിതി ദിനാഘോഷമാണ് ഇപ്പോൾ നടന്നത്. വനം വകുപ്പിൻ്റെ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള വെള്ളുവശ്ശേരി സെൻട്രൽ നഴ്സറിയിൽ നിന്നും പെരിന്തൽമണ്ണയുടെ മുനിസിപ്പാലിറ്റി എല്ലാ ഡിവിഷൻ ഭാഗങ്ങളിലും തൈകൾ നടുന്നതിന് വേണ്ടി ആവശ്യത്തിന് തൈകൾ തലേ ദിവസം തന്നെ കൊണ്ടുവരികയും ആയുർവേദ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ
ഈ തൈകൾ നടുകയും ചെയ്തു. ബാക്കിയുള്ള തൈകൾ ഡിവിഷനുള്ളിൽ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ, വിവിധ വാർഡുകളിൽ അതിൻ്റെ കൗൺസിലർമാർ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്നതോടെ ഒരു വലിയൊരു കർമ്മപദ്ധതി തന്നെയാണ് ഇവിടെ തുടങ്ങി വെക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്റ്റിയുടെയും നേതൃത്വത്തിൽ ഇന്ന് ലോക പരിസ്ഥിതി ദിനം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പുതിയ അജൈവമാലിന്യ പരിപാലന ചട്ടം, ആ ചട്ടപ്രകാരം ഇന്ത്യയിലും വിപുലമായ രീതിയിൽ പരിസ്ഥിതി സംരക്ഷണം ഊന്നിക്കൊണ്ട് മാലിന്യങ്ങൾ 4 തരത്തിൽ ജൈവം, അജൈവം, സാനിറ്ററി മാലിന്യം, പ്രത്യേക പരിചരണ മാലിന്യം എന്നീ 4 ആപ്തവാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലൊട്ടുക്കും പരിസ്ഥിതി സംരക്ഷിക്കുന്ന രീതിയിലുള്ള പരിസ്ഥിതി മാലിന്യ സംസ്കരണ യജ്ഞം ആരംഭിക്കുന്നു. അതിന് എല്ലാ പൊതുജനങ്ങളും ഇതിൽ പങ്കാളിയാവണമെന്നും പരിസ്ഥിതി സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹുസൈന നാസർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ്, മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ, കൌൺസിലർ ഫാസിൽ കുന്നപ്പള്ളി, മറ്റ് കൌൺസിലർമാർ HS തുടങ്ങിയവർ സംബന്ധിച്ചു. പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ ആചരണം മാത്രമല്ല, സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് പരിപാടി മുന്നോട്ട് വയ്ക്കുന്നത്. ഹരിത നഗരം എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന പെരിന്തൽമണ്ണയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ നടപ്പാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.